മുഖ്യമന്ത്രിയോട് നേരിട്ട് ഏറ്റുമുട്ടുകയാണ് IMG മേധാവി TP സെൻകുമാർ. ജിഷ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തിന്റെ പേരിൽ തന്നെ നീക്കാമെങ്കിൽ കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയെയും മാറ്റേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു മുൻ പോലീസ് മേധാവി. സെൻകുമാറിന്റെ ഔദ്യോഗിക ജീവിതം തകർത്തുകൊണ്ട് CPIM പകപോക്കുകയായിരുന്നോ? ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള സർക്കാരിന്റെ വിവേചനാധികാരത്തെ കോടതി വഴി തോൽപ്പിക്കാനാകുമോ? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എഡിറ്റേഴ്സ് അവർ. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ വിമർശിച്ച് സുപ്രീം കോടതി. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ മാറ്റിയാൽ പോലീസിൽ ആരെങ്കിലും അവശേഷിക്കുമോ എന്ന് കോടതി. വ്യക്തി താൽപര്യപ്രകാരമുള്ള സ്ഥാനചലനമെന്ന നിരീക്ഷണം. സംസ്ഥാന സർക്കാരിന് നോട്ടീസ്. UDF സർക്കാരിന്റെ അവസാന കാലത്തെ തീരുമാനങ്ങളിൽ സർവത്ര ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. മെത്രാൻ കായലിൽ നിലം നികത്തലിന് അനുമതി നൽകിയത് വഴിവിട്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പദ്ധതിയിലും ക്രമക്കേട്. വ്യവസ്ഥകൾ പാലിക്കാതെ ദേശീയപാതയോരത്ത് ബിയർ പാർലറുകൾ അനുവദിച്ചതിനും വിമർശനം. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സമ്മതിച്ച് മുൻ പാക് NSA. അതിർത്തി കടന്നുള്ള ആക്രമണമെന്ന് സ്ഥിരീകരിച്ചത് മുഹമ്മദ് അലി ദുറാനി. ബാബറി മസ്ജിദ് കേസിൽ വിചാരണ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുപ്രീം കോടതി. അദ്വാനി വിചാരണ നേരിടേണ്ടി വരും. ബജറ്റ് ചോർച്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. വീഴ്ചയില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്കെതിരായ RSS നേതാവിന്റെ വധഭീഷണിക്കെതിരെ നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. ബാലലൈംഗിക പീഡനങ്ങളെ ഫേസ്ബുക്കിൽ പിന്തുണയ്ക്കുന്നവർക്കെതിരെ പോലീസ് നടപടി തുടങ്ങി. കൂത്താട്ടുകുളത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ജീപ്പ് മതിലിടിച്ച് 3 മരണം. കൊല്ലപ്പെട്ടത് UKG വിദ്യാർത്ഥികളും ജീപ്പ് ഡ്രൈവറും. 12 കുഞ്ഞുങ്ങൾക്ക് പരുക്ക്. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റിയതിനെതിരെ സുപ്രീം കോടതിയുടെ പരാമർശം. വ്യക്തിപരമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെ മാറ്റിയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പിന്നെ പോലീസിൽ ആരുണ്ടാകുമെന്ന് കോടതി ആരാഞ്ഞു. പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് DGP, IG, SP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനും സ്ഥാനമാറ്റത്തിനും പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശം സെൻകുമാറിന്റെ സ്ഥാനമാറ്റത്തിന് സർക്കാർ പാലിച്ചില്ല എന്ന അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ചൂണ്ടിക്കാട്ടി. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതും ജിഷ വധക്കേസിലെ അന്വേഷണത്തിലുണ്ടായ വീഴ്ചയുമാണ് നടപടിക്ക് കാരണമായി പറയുന്നത്. ഈ കേസുകളിൽ പൊതുജനാഭിപ്രായം പോലീസിന് എതിരാണെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നാണ് DGP സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ അഭിപ്രായം തരണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിച്ചില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന 2 ദിവസത്തിനുള്ളിലാണ് DGP സ്ഥാനത്ത് നിന്ന് മാറ്റമുണ്ടായതെന്നും സെൻകുമാറിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ചൂണ്ടിക്കാട്ടി. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിലെ അന്വേഷണത്തിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വം സെൻകുമാറിനാണെങ്കിൽ കണ്ണൂരിൽ കഴിഞ്ഞ 8 മാസത്തിനിടയിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ എന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ സുപ്രീം കോടതിയിൽ ആരാഞ്ഞു. 8 മാസത്തിനിടയിൽ സംസ്ഥാന പോലീസിൽ 96 മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയതെന്നും ദാവെ ചൂണ്ടിക്കാട്ടി. അതേസമയം സെൻകുമാറിനെതിരെ ഉണ്ടായത് അച്ചടക്ക നടപടിയല്ല എന്നും സ്ഥലം മാറ്റം മാത്രമാണെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ PP റാവു വാദിച്ചു. മുമ്പ് പശ്ചിമ ബംഗാളിലെ പോലീസ് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്തരം നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വിധിച്ചിട്ടുള്ള കാര്യവും PP റാവു ചൂണ്ടിക്കാട്ടി. 2012 കേരള പോലീസ് ആക്ടിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിന്റെ സ്ഥലം മാറ്റം നടപ്പിലാക്കിയിട്ടുള്ളതെന്നും റാവു ചൂണ്ടിക്കാട്ടി. എന്നാൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന നിയമത്തിൽ ഇല്ല എന്ന കാരണത്താൽ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. വ്യക്തിപരമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെ മാറ്റിയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പിന്നെ പോലീസിൽ ആരുണ്ടാകുമെന്നും കോടതി ആരാഞ്ഞു. സെൻകുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. വിരമിക്കാൻ ഇനി 4 മാസം കൂടിയേ ഉള്ളൂ എന്ന സെൻകുമാറിന്റെ വാദം കണക്കിലെടുത്ത് ഹർജി ഈ മാസം 27-ന് ഇടക്കാല ഉത്തരവിനായി സുപ്രീം കോടതി മാറ്റി. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ M നൌഷാദ് MLA, ശ്രീ അനിൽ അക്കര MLA, ശ്രീ MT രമേശ്, CR നീലകണ്ഠൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റേണ്ടിയും നിയമിക്കേണ്ടിയും ഒക്കെ വരില്ലേ സർക്കാരിന്? അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഞാൻ മുൻപ് വഹിച്ച പദവിയിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കുള്ള വൈരാഗ്യം കൊണ്ടാണ്
ഇത്തരത്തിൽ ഉള്ള സ്ഥലം മാറ്റം എന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കാൻ തുടങ്ങിയാൽ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ പുനർവിന്യാസം നടക്കുമോ? ഇതിനെ ആ രൂപത്തിലല്ല കാണേണ്ടത്. യഥാർത്ഥത്തിൽ ശ്രീ സെൻകുമാർ ഇവിടെ ലോ ആൻഡ് ഓർഡറിന്റെ ചാർജുള്ള പോലീസ് മേധാവിയായിട്ട് ഇവിടെ നിയമിതനായി അദ്ദേഹം തുടരുകയായിരുന്നു. സാധാരണ IAS കീഴ്വഴക്കനുസരിച്ച് ഒരു വ്യക്തിയെ, ഒരു IAS ഓഫീസറെ ഒരു സ്ഥാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ 2 വർഷക്കാലമെങ്കിലും അവിടെ തുടർന്നു പോകുന്നതിന് വേണ്ടി അവർക്ക് എല്ലാ സൗകര്യം കൊടുക്കണമെന്ന് തന്നെയാണ്. അസാധാരണമായ സാഹചര്യം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ശ്രീ സെൻകുമാറിനെ മാറ്റുന്നതിന് വേണ്ടി കാരണമായി പറയാൻ സാധ്യതയുള്ളത് ഗവൺമെന്റ് മാറിയിട്ടുള്ളതാണ്. ഗവൺമെന്റ് മാറിയിട്ടും പല DGP-മാരും കേരളത്തിൽ തുടർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് മാറി എന്നുള്ളത് ഒരു DGP-യെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയില്ല. DGP തെരഞ്ഞെടുപ്പിൽ കണ്ടെസ്റ്റ് ചെയ്ത ആളൊന്നും അല്ലല്ലോ. മാത്രമല്ല, അങ്ങനെ ഒരു മാറ്റം സാധാരണഗതിയിൽ ഉണ്ടാകാത്ത ഒത്തിരി സാഹചര്യം കേരളത്തിൽ നിൽക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സെൻകുമാറിനോട് ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, വ്യക്തിപരമായി പോലും. അത് വളരെ തെറ്റായി പോയി എന്ന് തന്നെയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധിയുടെ ഭാഗമാണ് എന്ന് ആരോപിക്കാൻ കഴിയുമോ എന്നാണ്. ഇവിടെ ശ്രീ TP സെൻകുമാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് രാഷ്ട്രീയമായി എന്നോട് വിരോധമുണ്ട് എന്നാണ്. TP ചന്ദ്രശേഖരൻ കേസിലെ അന്വേഷണത്തിൽ നിർണായകമായ സംഭാവനകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P ജയരാജനെ പ്രതി ചേർക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന വേളയിലാണല്ലോ ഈ 2 കേസുകളുടെയും അന്വേഷണം നടന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനോട് മാത്രമായി ആർക്കെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമുണ്ടോ? അതല്ല, നേരത്തെ പറഞ്ഞ മാതിരി വളരെ കൃത്യമായിട്ട് ശ്രീ TP സെൻകുമാറാണ് അന്ന് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തോടൊപ്പം ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിൽപ്പെട്ട പല ആളുകളെ ഇന്ന് പലയിടത്തോട്ടായി പറപ്പിച്ചു. അത് അവസാനം TP സെൻകുമാറിനെ ആ സ്ഥാനത്ത് വേണ്ട, അയോഗ്യത കൽപ്പിക്കാനായിട്ട് എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ കേസന്വേഷണങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് TP സെൻകുമാർ ആരുടെ താല്പര്യ രക്ഷിച്ചത്? സ്റ്റേറ്റിന്റെ താല്പര്യം. കാരണം സ്റ്റേറ്റ് ആണ് ഇതിന്റെ പ്രോസിക്യൂട്ടർ സ്റ്റേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം ആ സ്റ്റേറ്റിന്റെ താല്പര്യം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സെൻകുമാർ നടപടിയെടുത്തിട്ടുള്ളത്. ആ സെൻകുമാറിന് ഗവൺമെന്റ് മാറി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇരുന്ന സ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് തട്ടിമാറ്റി എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന്റെ കേസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് കോടതി പോലും അതിനകത്ത് ഇതുപോലുള്ള ഒരു കാഴ്ചപ്പാട്. ശരി, അങ്ങ് ദയവായി തുടരണം. ശ്രീ M നൌഷാദ് MLA, അത്ര ഗുരുതരമായ ആക്ഷേപമാണ് മുൻ പോലീസ് മേധാവി ഉന്നയിക്കുന്നത്. CPIM നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തി എന്ന കാര്യത്തിന് അതിൻ്റെ പകവീട്ടലായി എൻ്റെ ഔദ്യോഗിക ജീവിതം തകർത്തു എന്നുള്ളതാണ് ആരോപണം. അതാണ് കേസ്. ആ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ വാദം തുടങ്ങിയ വേളയിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന തീരുമാനം സുപ്രീം കോടതി എടുത്താൽ ഈ സർക്കാരിന് അതിനേക്കാൾ വലിയൊരു തിരിച്ചടി പിന്നെ കിട്ടാനുണ്ടോ? ഇല്ല അഭിലാഷ്, അതില് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞാൽ അതിന് സൂചിപ്പിച്ചത് ഒരു ഗവൺമെന്റ് മാറിയെന്നുള്ള ഒറ്റ കാരണത്താൽ വളരെ ചെറിയ കാര്യമായിട്ടാണ്, ഒരു ഗവൺമെന്റ് മാറുന്നത് വളരെ ചെറിയ കാര്യമായിട്ടാണ് ശ്രീ തിരുവഞ്ചൂർ കാണുന്നത്. മറ്റൊന്ന്, അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയത് രാഷ്ട്രീയ കാരണത്താലാണ് വിരോധത്താലാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നവരുടെ രാഷ്ട്രീയമല്ല എനിക്കുള്ളതെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ ശ്രീ നൌഷാദ് MLA, രാഷ്ട്രീയം ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നിയമനങ്ങൾ നടത്തുക? അതവിടെ നിൽക്കട്ടെ, ഒരു മാനദണ്ഡം പാലിക്കണമല്ലോ. ഇവിടെ കൃത്യമായി ഇനി കേസിന്റെ മുരട്ടിലേക്ക് വന്നാൽ രാഷ്ട്രീയം ഏതാണ് ഏതല്ല എന്നുള്ളതല്ല തർക്ക വിഷയം. ഇവിടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതി ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് നിർവചിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ SP മുതൽ അങ്ങോട്ടുള്ള IPS ഉദ്യോഗസ്ഥർക്ക് ബാധകമാണ്. അത് ആ പദവിയിൽ 2 വർഷം അവരെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആ മാനദണ്ഡം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കേസ് സ്ട്രോങ് ആവുന്നത്. അല്ല, അപ്പൊ സുപ്രീം കോടതി ഒരു മാനദണ്ഡം പോസിറ്റീവായിട്ടാണ് അത് വെക്കുന്നത്. അതുകൊണ്ട് ഒരാളെ നിയമിച്ചു പോയാൽ പിന്നെ 2 വർഷത്തേക്ക് അയാളെ മാറ്റാനേ പാടില്ല എന്ന് സുപ്രീം കോടതി പറയും എന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് ഒരു പൊതു ഗൈഡ് ലൈനാണ്, പൊതുവായ ഒരു ഗൈഡ് ലൈനാണ്.
അദ്ദേഹം DGP ആയിരിക്കുന്ന സമയത്താണല്ലോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് TP ചന്ദ്രശേഖരൻ വധവും അതുപോലെ ഫസൽ വധക്കേസും ഈ പി ജയരാജനെ പ്രതിയേർത്തതും ഒക്കെയാണ്. അങ്ങനാണെങ്കിൽ അത്രയും വലിയ മിടുക്കൻ എന്തേ ജിഷ കേസ് തെളിയിക്കാൻ പറ്റാതിരുന്നത്? അപ്പൊ ആ താല്പര്യം എന്താ ജിഷയുടെ കേസിൽ തെളിയിക്കുന്നതിലും അതിന്റെ അന്വേഷണത്തിലും ആ താല്പര്യം വരാതിരുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ആ കാര്യം പറഞ്ഞ് അച്ചടക്ക നടപടി എടുക്കുകയാണ് എന്ന് വിശദീകരിക്കണമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അച്ചടക്ക നടപടി എടുത്തിട്ടില്ല. ശ്രീ MT രമേശ്, ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പദവി മാറ്റിയതിന് ഇങ്ങനെ കോടതിയെ സമീപിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അദ്ദേഹത്തിന്റെ ആവശ്യം തള്ളി, ഹൈക്കോടതി തള്ളി, അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ ഈ നിലയ്ക്ക് അവരെ ഒരു പദവിയിൽ നിന്ന് സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വേറൊരു പദവിയിലേക്ക് മാറ്റിയാൽ, അതിൽ രാഷ്ട്രീയം ആരോപിച്ച് നിയമയുദ്ധത്തിന് പോയാൽ ഇവിടെ ഭരണം നടക്കും. അല്ല, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റം അകാരണമാണ് എന്ന് തോന്നിയാൽ ആ ഉദ്യോഗസ്ഥന് നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നേടാം. TP സെൻകുമാർ നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ് ചെയ്തിട്ടുള്ളത്. TP സെൻകുമാർ പരസ്യമായി ഏതെങ്കിലും വേദിയിൽ വന്നുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് സ്വീകരിച്ച വാദം നേരത്തെ ഹൈക്കോടതിയിൽ സ്വീകരിച്ചതിന് കടകവിരുദ്ധമാണ്. ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് 2 കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൂറ്റിങ്ങൽ വെടിക്കെട്ടപകടവും ജിഷാവധവും തെളിയിക്കാൻ ഈ ഉദ്യോഗസ്ഥന് സാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നടപടിയാണ്. ഇവിടെ നടപടിയുടെ ഭാഗമായി, ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോൾ പറയുന്നത് സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞത് അങ്ങനെ അച്ചടക്ക നടപടിയായിട്ടില്ല, സ്വാഭാവികമായൊരു സ്ഥലമാറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായൊരു സ്ഥലമാറ്റം എന്നായിരുന്നില്ല ഹൈക്കോടതിയിൽ ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇവർ മുമ്പോട്ട് വെച്ച സ്വാഭാവികമല്ലാത്തൊരു സ്ഥലമാറ്റം എന്ന വാദത്തിന് മുമ്പോട്ട് വെച്ച 2 കാര്യങ്ങളും ദുർബലമാണ് എന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യമാവുന്നതാണ്. അവിടെയാണ് ദുർബലമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥലം മാറ്റുന്നു എന്ന വാദം വരുമ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുന്നത്. TP സെൻകുമാറിനോട് ഈ ഗവൺമെൻറ്റിനോട് രാഷ്ട്രീയമായിട്ടുള്ള വിരോധമുണ്ട്. ആ വിരോധം എന്ന് പറയുന്നത് സെൻകുമാറിൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. സെൻകുമാർ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം DGP ആയ സമയത്ത് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ CPM-ന് വലിയ രാഷ്ട്രീയ തലവേദന ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണമായിട്ട് TP ചന്ദ്രശേഖരൻ്റെ കേസ് CPM-നെ വല്ലാതെ ഉലച്ചിട്ടുള്ളൊരു കേസാണ്. അതുപോലെ തന്നെ അരിയൽ ഷുക്കൂറിൻ്റെ കേസ് CPM-നെ ഉലച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ CPM-ൻ്റെ നേതൃത്വത്തെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് സെൻകുമാറിൻ്റെ നടപടികൾ. അതിന് CPM-ന് അദ്ദേഹത്തോട് വൈരനിര്യാതന ബുദ്ധിയുണ്ട്. CPM നേതാക്കന്മാർ ഈ സംഭവം ഉണ്ടായപ്പോൾ നേതാക്കന്മാർ തന്നെ ചർച്ചയിൽ വന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല, ഞങ്ങളുടെ നിലപാട് അദ്ദേഹം എതിരാണ്. ആ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമാണ് അദ്ദേഹം സുപ്രീം കോടതിയെ പറഞ്ഞത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ പ്രാഥമികമായ നിരീക്ഷണം സെൻകുമാറിൻ്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ്, ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ ദുർബലമാണെന്ന് പറയുന്നു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ CPM-ൻ്റെ സങ്കുചിത താല്പര്യം വെച്ചുകൊണ്ട് CPM പങ്കാളിയായ മറ്റെന്തെങ്കിലും കാര്യങ്ങളില്ല, CPM നേതാക്കൻ പങ്കാളികളായ ചില കൊലക്കേസുകൾ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കുന്നു, അതിൽ ഗൂഢാലോചന അന്വേഷിക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു DGP-യെ മാറ്റുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ആ സംഭവമാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. സർക്കാരിന് തോന്നുംപടി അവർക്ക് ഇഷ്ടമുള്ള ആളെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് തലപ്പത്ത് നിയമിക്കാനാകില്ല. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അവിടെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. നിലവിലുള്ള പോലീസ് മേധാവിയെ അദ്ദേഹത്തിൻ്റെ ഈ റാങ്കിന് യോജിക്കുന്ന വിധത്തിൽ വേറൊരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിൽ ഓരോ ഉദ്യോഗസ്ഥരും ഈ തരത്തിൽ നിയമ നടപടിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ക്രമസമാധാന ചുമതലയുള്ള DGP ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനില്ലേ? തീർച്ചയായിട്ടും സർക്കാരിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ജനാധിപത്യത്തിൽ. കാരണം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് DGP-യെ മാറ്റാം, അല്ലെങ്കിൽ ക്യാബിനറ്റിന് മാറ്റാം, ഒരു തെറ്റും അക്കാര്യത്തിലില്ല. പക്ഷേ പ്രശ്നം പല ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് അവരൊന്നും കോടതി പോയില്ല. ഇതേ കോടതി പോയത് എന്തിനാ? നിയമപരമായി തന്നെ മാറ്റിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്, കക്ഷി രാഷ്ട്രീയ താല്പര്യമുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ നൌഷാദ് പറഞ്ഞത് വളരെ അപകടം പിടിച്ചൊരു വാദഗതിയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് അയാൾ യോജിക്കുന്നില്ല, അയാൾ മാറ്റി. അങ്ങനെ നമുക്ക് IPS ഉദ്യോഗസ്ഥരെ മാറ്റാൻ പറ്റില്ല. CPM-ൻ്റെ ഒരു തകരാറും അതാണ്. അവരുടെ യോജിക്കാത്ത ആളുകളെ അവർ എവിടേക്ക് വേണ്ടി മാറ്റും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഏരിയയാണ് വ്യക്തിപരമായി. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്കല്ല പോകുന്നത്. ഇവിടെ 2 കേസുകൾ തെളിയിച്ചു, അതുകൊണ്ട് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും TP ചന്ദ്രശേഖരൻ കേസ് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ച ഒരു ദിശയിൽ ആ പാർട്ടി എത്തിച്ചൊരു കേസാണ്. അത് ഒരുപക്ഷെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വരെ ഉള്ള ആളുകളെ കണ്ടെത്തി, ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള
പ്രതികളെ പോയി പിടിച്ച് ആ കേസ് തെളിച്ചു. ശ്രീ തിരുവഞ്ചൂർ അന്ന് ആഭ്യന്തരമന്ത്രിയാണ്. ഞങ്ങളൊക്കെ അതിൽ അഭിനന്ദിച്ച ആളുകളാണ്. കാരണം ഒരിക്കലും ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാറില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷി ശ്രീ എം ടി രമേശിന്റെ അടക്കം പരാതി വന്നിട്ടുണ്ട്. കൊന്ന ആളുകളെയല്ല, വേറെ പ്രതികൾ എന്ന് പറഞ്ഞാൽ വേറെ ആളുകളെ കൊടുക്കലാണ് പലപ്പോഴും CPM-ഉം RSSും മറ്റു കക്ഷികളും ഒക്കെ ചെയ്യുന്നതെന്ന്. എന്തായാലും അതല്ലാതെ കേസിൽ ഉൾപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടിച്ചു. അത് CPM-ന് വലിയ ക്ഷീണം ചെയ്തു, ഒരു സംശയ കാര്യത്തിലില്ല. ഗൂഢാലോചന രണ്ടാമത്തെയാണ്. പിന്നെ നൗഷാദ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അത് എന്തുകൊണ്ട് ജിഷ കേസിൽ പിടിച്ചില്ല? ഏതെങ്കിലും ഒരു കേസിൽ ആളെ പിടിച്ചില്ലെങ്കിൽ DGP മാറ്റണം എന്നാണോ രാജ്യത്ത് നിയമം? ഇപ്പൊ പുറ്റിങ്ങൽ കേസിൽ ഞാൻ അതിനോട് വേറെ രീതിയിൽ യോജിക്കുന്ന ആളാ. ഒരു SP എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അവിടെ വേണ്ടത്ര നടപടി പോലീസ് എടുത്തില്ല എന്ന അഭിപ്രായമുള്ള ആളാണ്. രണ്ട് തരത്തിലാണ്. ജിഷ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ജിഷ കേസിൽ ഇപ്പൊ പിടിച്ച പ്രതിയെ പറ്റിയും ശരിക്കും പ്രതിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആ അർത്ഥത്തിൽ ഒരാളെ മാറ്റുന്നത് അവിടെയാണ് കീഴ്വഴക്കങ്ങൾ വരുന്നത്. ഇവരുടെ ഡിസ്ക്രിഷണറി പവർ എപ്പോഴും ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് എല്ലാ ഡിസ്ക്രിഷണറി അധികാരങ്ങളും ഉപയോഗിക്കേണ്ടത്. എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതിൽ മാത്രമല്ല, എല്ലാ ഡിസ്ക്രിഷണറി പവേഴ്സിലും കോടതി ഇടപെട്ടിട്ടുണ്ട്. ചില ചട്ടങ്ങളില്ലാത്തടത്ത് ഇവിടെ കോടതി അത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെയും കോടതി ഇടപെടില്ല നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും മുൻകാല കേസുകളുമായി ബന്ധപ്പെടുമ്പോൾ 2 വർഷം ഇരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടാവുക. ആരോപണം എന്ന് വെച്ചാൽ കുറ്റമായ പ്രവർത്തനം ചെയ്യുക. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറ്റി എന്നൊരു സർക്കാർ പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഇഷ്ടം പോലെ മാറ്റുക, അങ്ങനെ മാറ്റിക്കൊണ്ട് പലതരത്തിലുള്ള കളികൾ നടക്കാം. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം ഉയർന്ന ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏത് സമയവും തങ്ങൾ മാറ്റപ്പെടും എന്ന ഒരു അനിശ്ചിതത്വത്തിൽ ഇരിക്കാൻ പാടില്ല. ശരി, അതുകൊണ്ടാണ് ശ്രീ നൗഷാദ് MLA, അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഖണ്ഡിതമായി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതിയുടെ ആ വിധി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. അത് ലംഘിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിൽ സ്വാഭാവികമായും കോടതി ഇടപെടും എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് മനസ്സിലാകാത്ത ഒരു വസ്തുതയല്ലല്ലോ. എന്തുകൊണ്ട് TP സെൻകുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള DGP-യെ മാറ്റി എന്ന് കോടതിയിൽ വിശദീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ കഴിയുമോ ഇനി കേസ് വാദം തുടരുമ്പോൾ? തീർച്ചയായും അത് കോടതിയെ ഒരു കമന്റ് വിചാരണയ്ക്കിടയിൽ ഒരു കമന്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വിധിയായിട്ട് വ്യാഖ്യാനിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പലരും. പിന്നെ ഞാനിപ്പോ ശ്രീ നീലകണ്ഠൻ അദ്ദേഹം CR പറഞ്ഞത് എന്റെ വാദത്തില്, ഞാൻ പറഞ്ഞത് അദ്ദേഹം കോടതിയിൽ ഈ 2 കേസ് അന്വേഷിച്ചത് കൊണ്ടുള്ള രാഷ്ട്രീയ വിരോധമാണെന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇപ്പൊ പുറ്റിക്കൽ കേസും ജിഷ കേസും അങ്ങനെയാണെങ്കിൽ അവിടെ കഴിവ് തെളിയിച്ചില്ലല്ലോ എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ വിരോധം വെച്ചിട്ട് മാറ്റുന്നതല്ല. ഒരു ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റിന്റെ നയങ്ങൾക്കും വിശ്വാസ്യതയ്ക്കും അനുസരിച്ച് ജോലി ചെയ്യുന്നവരെ മാറ്റുക എന്നുള്ളത് ആ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലും ചുമതലയിലും പെടുന്നത് തന്നെയാണ്. ഒരു കോടതിയും അങ്ങനെ പറ്റില്ല എന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കരുതുന്നില്ല. പിന്നെ മാറ്റിയത് അതേ റാങ്കിലുള്ള ആളിനെ അല്ലേ നിയമിക്കാൻ പറ്റൂ? അതേ റാങ്കിലുള്ള ആളിനെയാണ് നിയമിച്ചത്. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടില്ല, അദ്ദേഹത്തെ തരം താഴ്ത്തിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. തസ്തിക മാറ്റി. അവിടെ തസ്തിക മാറ്റാനുള്ള അവകാശം പോലും ഒരു ഗവൺമെന്റിന് ഇല്ല. അതാണ് സർക്കാരിന്റെ പോയിന്റ്. ശ്രീ അനിൽ അക്കര MLA, നമുക്കറിയാം ഓരോ സർക്കാരിന്റെ കാലത്തും ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാറുണ്ട്. യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ യൂണിഫോം ഇല്ലാത്ത തസ്തികകളിലേക്ക് മാറ്റാറുണ്ട്. അതിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയമായ പ്രയോറിറ്റികൾ വരാറുണ്ട്. ഇല്ല എന്ന് തർക്കിക്കാനാകില്ല. അത് ഏത് സർക്കാരായാലും രാഷ്ട്രീയമായ പ്രയോറിറ്റികൾ ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ മാത്രം ഭരിക്കുന്ന പാർട്ടിയും സർക്കാരും അതിക്രൂരമായ പീഡനം നടത്തുന്നു എന്ന് ആരോപിക്കാൻ കഴിയുമോ? അല്ല, ഇവിടെ സെൻകുമാറിനെ മാറ്റി പുതിയ സെൻകുമാറിനെ ചർച്ച ചെയ്യുമ്പോൾ നിലവിലുള്ള DGP-യുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. എന്താണ് നമ്മുടെ നിലവിലുള്ള DGP-യുടെ സ്ഥിതി? ഏതാണ് കേസ് വിജയിച്ചിട്ടുള്ളത്? ഇവിടെ പാമ്പാടി നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ 1-ാം പ്രതിയെയും 2-ാം പ്രതിയെയും ഏത് പ്രതിയെയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ
ആ ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത്. അത് അദ്ദേഹത്തെ ഒരു പാളയത്തിൽ കൊണ്ടുകെട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് DGP തലത്തിൽ ഇവർക്ക് വേണ്ടത്. അങ്ങനെ ഒരു ആളെ ഇവർക്ക് കിട്ടി. ഇപ്പോഴത്തെ DGP ഞാൻ ആ റാങ്കിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ആ DGPയെ വെച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ജനസൗഹൃദമല്ല എന്ന് ഇന്ന് ചാർജ് എടുത്ത പിന്നെ MP ജയരാജൻ ചാർജ് എടുത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ ജനസൗഹൃദമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഗവൺമെൻറ് ഇത്രയും നാളായി 9 മാസമായി ജനസൗഹൃദമല്ലായിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്നോ? എനിക്ക് ജയരാജൻ്റെ നിയമനത്തോടുകൂടി മനസ്സിലാകുന്നത് ഇനി 2 DGPമാരാണുള്ളത്. ഒന്ന് റബ്ബർ സ്റ്റാമ്പായ ഒരു DGPയും ഒന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന പുതിയ ഒരു DGPയാണ് വെച്ചിട്ടുള്ളത്. സെൻകുമാറിനെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അദ്ദേഹം സത്യസന്ധനായ ഓഫീസറാണ്. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് മാറ്റിയത്. ഇവിടെ ഗവൺമെൻറ് മാറിയപ്പോൾ ചീഫ് സെക്രട്ടറിയെ മാറ്റിയില്ലല്ലോ. ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി K. എംബ്രാം മാറിയില്ലല്ലോ. പല ആളുകളും മാറിയില്ല. ഇവർക്ക് താല്പര്യമുള്ള പോസ്റ്റുകളിൽ ഇവരുടെ റബ്ബർ സ്റ്റാമ്പുകളെ വെക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം സാധാരണ IAS ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചോദ്യം ചെയ്യാറില്ല. ഞാൻ സെൻകുമാറിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു ഗവൺമെന്റിനെതിരെ ഓരോ സ്റ്റെപ്പും എടുത്താണ് പോയത്. 2-3 കോടതികളിൽ അദ്ദേഹത്തിന് വിചാരിക്കാനുള്ള വിജയം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്യാൻ ആ ഉദ്യോഗസ്ഥന് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ആരെയും മുഖത്ത് നോക്കി തന്റെ ഭാഗം പറയാൻ കഴിയുമെന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ 2 കേസുകൾ എടുക്കൂ. TP ചന്ദ്രശേഖരന്റെ വധം, അരിയിൽ ഷുക്കൂറിന്റെ വധം. ഈ 2 കേസിലെയും അന്വേഷണ ഉദ്യോഗസ്ഥനോ അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ആയിരുന്നില്ലല്ലോ TP സെൻകുമാർ. അപ്പോൾ എങ്ങനെയാണ് TP സെൻകുമാറിന്റെ മുകളിലേക്ക് ഈ പ്രതികാരം മുഴുവൻ വന്നു ചേരുക? അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണം, ഈ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും അക്കാര്യത്തിൽ CPIMന്റെ നേതാക്കൾ തന്നെ പ്രതികളായിട്ടുണ്ട് എന്നുള്ളതും വസ്തുത. പക്ഷേ ഈ വൈരാഗ്യം മുഴുവൻ TP സെൻകുമാറിൽ വന്നു ചേരാൻ എന്തെങ്കിലും കാര്യം വേണ്ടേ? TP സെൻകുമാർ ആ സമയത്ത് ഇന്റലിജൻസിന്റെ മേധാവിയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാളിത്തം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റിന്റെ നിലപാടനുസരിച്ച് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊലപാതക കേസ് നമ്മൾ അന്വേഷിച്ചിരുന്നതിന്റെ മട്ടിലാണ്. ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ടില്ലേ, അല്ല പ്രതിപക്ഷത്തെ ഇഷ്ടപ്പെട്ടില്ലേ, കൊലപാതക കേസുകളെ പ്രതികളെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പ്രതികളെ വിട്ടുവിടും, അവർക്കെതിരായിട്ടുള്ള കേസ് നന്നായി പോകരുത് എന്നുള്ളതല്ല ഇതിന്റെ മെസ്സേജ്. ആ മെസ്സേജ് ഗുണകരമാണ്. ആ മെസ്സേജ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലോ ആൻഡ് ഓർഡർ തകർത്തില്ലേ. മാത്രമല്ല പോലീസ് ഫോഴ്സിനെ ഒരു പാർട്ടിക്കുള്ളിൽ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കില്ല. ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഇൻഡിപെൻഡന്റ് ഫോഴ്സ് ആയിട്ട് പോകണം. അതുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രകാശ് സിംഗ് കേസിനകത്ത് സുപ്രീം കോടതി വിധി കൽപ്പിച്ചിട്ടുള്ളത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം, റിട്ടയർ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഇനി ഒരു 1.5 വർഷം ഉള്ളൂ എന്ന് വരികിൽ പോലും ആ ആളുകളെ എക്സ്റ്റൻഷൻ കൊടുത്ത് റിട്ടയർമെന്റ് പൂർത്തിയാകുന്നത് വരെ അവിടെ ഇരുത്തണം എന്ന് തന്നെ പ്രകാശ് സിംഗ് കേസിനകത്തുണ്ട്. പ്രകാശ് സിംഗ് കേസിനകത്ത് ഇവരെ മാറ്റുന്നതെന്ന് മാത്രമല്ല, ഇവർ ഇതിനിടയ്ക്ക് റിട്ടയർ ചെയ്യാൻ 2-3 മാസത്തിന് മുമ്പ് റിട്ടയർ ചെയ്യുന്ന ഒരു കാലാവധി ഉണ്ടെങ്കിൽ പോലും അവരെ വേണമെങ്കിൽ അവർ ചെറിയ എക്സ്റ്റൻഷൻ കൊടുത്ത് അവിടെ ഇരുത്താം എന്ന് തന്നെ ആ കേസിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ പല കീഴ്വഴക്കങ്ങളും നിലനിൽക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഇതുപോലെയുള്ള നിരവധി കീഴ്വഴക്കം നിലനിൽക്കുമ്പോൾ സെൻകുമാറിനെതിരെ മാത്രം പിൻപോയിന്റ് ചെയ്ത് ഈ ആക്ഷൻ എടുക്കുന്നത് കാരണം എന്താ? തീർച്ചയായും അതാണ് താങ്കളുടെ ചോദ്യം. ശ്രീ MT രമേശ്, കീഴ്വഴക്കം എന്നതിനപ്പുറത്ത് അതൊരു റൂളാണ്. തമിഴ്നാട്ടിൽ ഒരു DGP വിരമിപ്പിച്ചപ്പോൾ ഈ 2 വർഷം ടെന്യൂർ പൂർത്തീകരിക്കാൻ വേണ്ടി അയാളുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ജയലളിത സർക്കാർ മുൻപ്. ആ നിലയ്ക്കുള്ള ഒരു പരിഗണന 2 വർഷം എന്നുള്ള കാര്യത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാറുണ്ട്. ഇവിടെ സെൻകുമാറിനെ സംബന്ധിച്ച് അത് കിട്ടിയിട്ടില്ല. അദ്ദേഹം ഈ കേസ് ജയിക്കുകയാണ് എങ്കിൽ സർക്കാരിന് ഒരു വിശ്വാസവുമില്ലാത്ത, അദ്ദേഹം വേറെ പാളയത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, സർക്കാരിന് ഒരു വിശ്വാസവുമില്ലാത്ത ഒരാൾ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DGP ആയി വന്നാൽ എങ്ങനെയാണ് ഇവിടെ ക്രമസമാധാന നില ഭദ്രമായി ഭരിക്കാൻ സാധിക്കുക? അല്ല, ആദ്യം അതിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത്. TP സെൻകുമാറിൻ്റെ പാളയം ഏതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് പോലീസ് പാളയത്തിലാണ്.
അദ്ദേഹം പോലീസ് പാളയത്തിലല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പാളയത്തിലാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് അദ്ദേഹം പറയണം. അങ്ങനെ പറയാൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എന്തെങ്കിലും വസ്തുതകളും തെളിവുകളും ഉണ്ടോ? അതെങ്ങനെയാണ് DGP റാങ്കിലുള്ള ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനരായി നിയമസഭയെ പോലെയുള്ള ഒരു വേദിയിൽ ഇത്തരം സത്യസന്ധമല്ലാത്ത അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കാത്ത ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ? അദ്ദേഹം പറയണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സെൻകുമാറിന് ഏതെങ്കിലും ഒരു പാളയമുണ്ടെങ്കിൽ ആ പാളയം ഏതാണെന്നും അങ്ങനെ പറയാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുതകൾ എന്താണ് എന്ന് മുഖ്യമന്ത്രി പറയണമായിരുന്നു. അല്ലാതെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളോട് പറയും പോലെയുള്ള ആരോപണം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാൻ പാടില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഈ കേസ് സെൻകുമാർ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല. സെൻകുമാർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ പ്രശ്നം എന്നുള്ളത് CPMൻ്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള 2 കേസുകൾ അദ്ദേഹം സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അദ്ദേഹത്തോട് CPM ഗവൺമെൻറ് പെരുമാറി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ന് സുപ്രീം കോടതി നിരീക്ഷണം വന്നതോടുകൂടി ഇനി സുപ്രീം കോടതി വിധി എന്തായാലും ശരി, വിധി ഒരു പക്ഷേ അനുകൂലമാവാം പ്രതികൂലമാവാം, പക്ഷേ സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ പ്രാഥമികമായി ശരിയാണ് എന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് സുപ്രീം കോടതി മറിച്ചു പറഞ്ഞാൽ പോലും സുപ്രീം കോടതിക്ക് മുമ്പാകെ സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അത് വസ്തുതാപരമായി ശരിയാണെന്ന് സുപ്രീം കോടതി ഇന്നത്തെ കമൻറ്റിലൂടെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് സെൻകുമാറിനെതിരായിട്ട് സ്വീകരിച്ച നടപടി രാഷ്ട്രീയമാണെന്നാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. CPMൻ്റെ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശരി, അതാണ് ശ്രീ M. നൗഷാദ് MLA. വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സെർവിങ് ഓഫീസറാണ്, അദ്ദേഹം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ് ഇദ്ദേഹം ഒരു പാളയത്തിലാണ് എന്ന്. കോൺഗ്രസ്സുകാരോട് പറയുന്നു നിങ്ങളുടെ പാളയത്തിലല്ല, അതും വിട്ട് അദ്ദേഹം മറ്റൊരു പാളയത്തിലേക്ക് പോയി എന്ന്. ഇങ്ങനെ ഇപ്പോൾ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ശരിയാകും? ഇതെന്ത് കീഴ്വഴക്കമാണ്? അഭിലാഷേ, ആദ്യം ശ്രീ MT രമേശിനോട് വളരെ കൃത്യമായി സത്യസന്ധമായി TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ചു എന്ന് ഇപ്പോൾ രമേശ് പറയുന്നെങ്കിൽ പഴയകാല സ്റ്റേറ്റ്മെന്റ് ഒന്ന് മറിച്ചു നോക്കണം. ഇതേ BJP ആണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞങ്ങൾ ഒത്തുകളിക്കുന്നു, CPM-ഉം UDF-ഉം ഒത്തുകളിക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചത്. അന്ന് സെൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും CPM-ഉം മറ്റു ഒത്തുകളിക്കുന്നു എന്നാണ് ആക്ഷേപിച്ചത്. പിന്നെ ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ഈ പറയുന്നത് കേട്ടാൽ കേരളത്തിൽ ആകെ 2 കേസ് CPM-നെതിരെ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്കെതിരെ കേസെടുത്തവരെ മാറ്റി നിർത്താൻ ആലോചിച്ചാൽ, അങ്ങനെ മാറ്റി നിർത്തിയാൽ ഇവിടെ പോലീസിൽ ആളുണ്ടാവില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശരി, എന്തിനാണ് TP സെൻകുമാറിനോട് ഇത്ര ദേഷ്യം? ശ്രീ നൗഷാദ് MLA, എന്തിനാണ് TP സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനോട് ഇത്ര അസഹിഷ്ണുത? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാളയത്തിലാണ്, തടവറയിലാണെന്ന് ആരോപിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്ത ഘട്ടത്തിൽ എന്തിനാണ് സർക്കാർ അത് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഗവർണറുടെ അടുത്തേക്ക് ഫയൽ എന്താണ് എത്താത്തത്? എങ്ങനെയും ഈ ഉദ്യോഗസ്ഥനെ തകർക്കണം, താറടിക്കണം എന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ്? അല്ല, എന്തോ തകർക്കാനാണ്? അദ്ദേഹത്തെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതേ റാങ്കിൽ തന്നെ തുടരുന്നു. എന്തോന്ന് തകർക്കൽ? അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ ഇപ്പൊ തകർക്കലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഒരു സർക്കാരിന് അച്ചടക്ക നടപടി എടുത്തൂലേ? ഞങ്ങൾ അങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP എന്ന് പറഞ്ഞാൽ അതൊരു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൽകാനുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരു ഗവൺമെന്റിന്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകുന്നു, ആ നിർദ്ദേശം അനുസരിക്കാത്ത DGP ആണെങ്കിൽ എങ്ങനെ ഭരണം കൊണ്ടുപോകും? അതെന്താ അഭിലാഷ ചർച്ച ചെയ്യാത്തത്? അല്ല, അതിന് വ്യവസ്ഥാപിതമായ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടേ? ശ്രീ M. നൗഷാദ് MLA, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2006 പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, അവരുടെ ടെന്യൂർ സംബന്ധിച്ച്, അവരുടെ പദവി സംബന്ധിച്ച ഉത്തരവ് കൃത്യമാണ്. ആ കേസ് റഫർ ചെയ്താണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സെൻകുമാർ നിയമ പോരാട്ടം നടത്തുന്നതും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2012 അന്നത്തെ തമിഴ്നാട് DGP വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ 2 വർഷ കാലാവധി പൂർത്തീകരിക്കാനായിരുന്നില്ല. നിയമനം നേടി 2 വർഷം അദ്ദേഹം DGP പോസ്റ്റിൽ ഇരുന്നിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിരമിക്കൽ കണക്കിലെടുക്കാതെ ആ പദവി, അദ്ദേഹത്തിന്റെ സ്ഥാനം ദീർഘിപ്പിച്ചു കൊടുക്കുകയാണ് തമിഴ്നാട് സർക്കാർ ചെയ്തത്.
സമാനമായ വിധത്തിൽ സുപ്രീം കോടതി അതിന്റെ മുൻ അല്ല, അത് ഉത്തരവ് നിങ്ങൾ പരിശോധിച്ച് ഒരു ഞാൻ ഉത്തരവ് പറഞ്ഞോട്ടെ. പുറപ്പെടുവിച്ചാൽ DGPയുടെ കസേരയിൽ ഇരുത്തേണ്ടി വരും. അന്ന് സർക്കാരിന് വിശ്വാസമില്ല ഈ ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. അല്ല അത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ആലോചിച്ചാൽ പോരെ. ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ ചൊല്ലുന്ന കണക്ക് ചങ്ങനാശ്ശേരി ചുരം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്നേ കുനിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പൊ അഭിലാഷ് പറഞ്ഞത്, തമിഴ്നാട്ടിൽ സുപ്രീം കോടതി 2 വർഷം ഉറപ്പായും അയാൾക്ക് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീട്ടിക്കൊടുത്തത്. വിരമിക്കാൻ 2 വർഷം കാലാവധി ഉള്ളവർക്ക് ആ അവസരം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് നീട്ടിക്കൊടുത്ത് കാലാവധി കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളിനെ അങ്ങനെ നിയമിക്കാൻ ഒരു സുപ്രീം കോടതിയും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പോലും പക്ഷേ ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. ശ്രീ നൌഷാദ് MLA, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ സുപ്രീം കോടതി എന്ത് വിധിയാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്ന വിധിയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കില്ലേ? കാരണം DGP പദവിയിലുള്ള TP സെൻകുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാളയത്തിലാണെന്ന് ആരോപിക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പോലീസിന്റെ തലപ്പത്തേക്ക് വീണ്ടും വെക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? അല്ല, ഇവിടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് എന്തിന് ഇദ്ദേഹത്തെ മാറ്റി എന്ന് സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ആണ് പറയുന്നതെങ്കിൽ അത് തെളിയിക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയമായി ഇഷ്ടമില്ലാത്ത ആളുകളെ മാറ്റാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ അടുത്ത രണ്ടാമത്തെ അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, രാഷ്ട്രീയമായി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ DGP ആക്കണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ അതാണ് നൌഷാദ് ചോദിച്ച ചോദ്യം. അവിടെയാണ് CPMന്റെ പരിമിതിയും. രാഷ്ട്രീയമായി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ നമ്മളാക്കില്ല. ഇപ്പൊ നേരത്തെ അഭിലാഷ് ചോദിച്ച കാറ്റിന്റെ ചോദ്യമുണ്ടല്ലോ, അങ്ങനെ DGP ആക്കി, അങ്ങനെ കാറ്റിലേക്ക് പോയിക്കോട്ടെ, എന്നെ സമ്മതിക്കാതിരുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി? അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. മുഖ്യമന്ത്രി സ്വയം അപഹാസ്യനാവുകയാണ് അദ്ദേഹം നിയമസഭയിൽ ഇത് പറയുമ്പോൾ. കാരണം തൻ്റെ ഒരു DGP ഇങ്ങനെ വേറൊരു രാഷ്ട്രീയ പാളയത്തിലാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ബാലൻസ് പോയി യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ. കാരണം മുഖ്യമന്ത്രിക്ക് ഇനി ഇയാളെ എന്ത് വിധിച്ചാലും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇവിടെ വലിയൊരു പ്രതിസന്ധിയിലാണ് സർക്കാർ വന്നുപെട്ടിട്ടുള്ളത്. എതിരായി വിധി വരികയാണെങ്കിൽ, വിധി വന്നോളുന്നില്ല, ഒരുപക്ഷെ ഒരു ശാസനയോടുകൂടി ഇയാളുടെ ഹർജി തള്ളാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ വന്നോളുന്നില്ല. പക്ഷേ അതിന്റെ മെറിറ്റ്, ഈ സംസാരിച്ചതിന്റെ മെറിറ്റ് എടുത്താൽ, കമന്റിന്റെ മെറിറ്റ് എടുത്താൽ വളരെ പ്രശ്നത്തിലാണ് ഗവൺമെന്റ്. അത് അങ്ങനെ നിയമിക്കേണ്ടി വന്നാൽ ഗവൺമെന്റിന് നൌഷാദ് പറഞ്ഞ പോലെയല്ല, ചങ്ങനാശ്ശേരി ചുരമുണ്ട് എന്ന രൂപത്തിലല്ല, ചുരം തൊട്ടടുത്തുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 27-ാം തീയതി അതിന്റെ ഇത് പറയാണ്. 27-ാം തീയതി വരെ സമയമുള്ളൂ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വളരെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് മറികടക്കുന്നത് അത്ര എളുപ്പമല്ല. ശരി, മെയ് 31 അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഡേറ്റ്. എന്തായാലും അതിന് മുൻപ് വിധി വരികയും ചെയ്യും. ശ്രീ അനിൽ അക്കര MLA, ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇദ്ദേഹത്തോട് അസഹിഷ്ണുത തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഈ പറയുന്ന കാരണങ്ങളൊന്നുമല്ലാത്ത കാരണവും ഉണ്ടാകാമല്ലോ. മുൻപ് ഭരിച്ചിരുന്ന സർക്കാരിൻ്റെയും രാഷ്ട്രീയ കക്ഷിയുടെയും ചട്ടുകമായി, അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളെ ഞങ്ങൾക്ക് പോലീസിൻ്റെ തലപ്പത്ത് ക്രമസമാധാന ചുമതലയുള്ള DGP ആയി വെക്കാൻ താല്പര്യമില്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണെന്ന് സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പിന്നെ സെൻകുമാറിനെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സൂചിപ്പിക്കുന്നു, അദ്ദേഹം രാഷ്ട്രീയം പറയാതെ സൂചിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പറയാൻ പാടില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിന്റെ വലിയ തിരിച്ചടികൾ ഏറ്റുപറ്റി വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഓരോ വിഷയത്തിലും ഇപ്പൊ ഇന്ന് ഉണ്ടായ ബഡ്ജറ്റ് ചോർച്ചയിൽ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ബഡ്ജറ്റ് ചോർന്നു എന്ന് പറഞ്ഞ ആളുകൾ രാവിലെ നിയമസഭ പിന്നെ ചാനലുകളോട് എൻ്റെ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറഞ്ഞ ആൾ തിരിച്ചു വന്ന് ചോർന്നില്ല എന്ന് പറയുന്നു. പോലീസ് രാജുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കോടതിയിലും പോയി ഇവർ ചെയ്ത കാര്യങ്ങൾക്കെതിരായുള്ള നടപടികൾ വരുമ്പോൾ അതൊന്നും ശരിയല്ല, ഇതൊന്നും വിധികളല്ല, പരാമർശങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്
ഈ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഇതൊന്നും അല്ലല്ലോ ചെയ്തിരുന്നത്. അന്ന് വളരെ വളരെ മോശമായ രീതിയിൽ ഗവൺമെന്റ് ഇന്ന് ഗവൺമെന്റിൽ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പറഞ്ഞ എന്താ, സർക്കാരിന് യാതൊന്നും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റ് ചോർന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പണ്ട് ഇതേപോലെ ഒരു കേസിനകത്ത് ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു നമ്മൾ ഈ ഉദ്യോഗസ്ഥ വിന്യാസത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എം ടി രമേശ്, ഇവിടെ ടി.പി. സെൻകുമാർ തന്നെ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് IPS ഉദ്യോഗസ്ഥരെ മാത്രം 96 തവണ, അതായത് 96 സ്ഥലമാറ്റം IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ, വിശേഷിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ നീക്കുന്നത് അത് സർക്കാരിൻ്റെ സവിശേഷ അധികാരപ്രകാരം നീക്കുന്നു എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് എന്തോ പ്രത്യേക താല്പര്യം സംരക്ഷിക്കാനായി ചെയ്യുന്നു എന്ന ആരോപണം രാഷ്ട്രീയമായി നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയതാണല്ലോ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾ അത് വളരെ ജെനുവിനായിട്ടുള്ള പരാതിയാണല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല, സർവകക്ഷി യോഗം കൂടിയ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളടക്കമുള്ള എല്ലാ പാർട്ടികളും പൊതുവായിട്ടുള്ള അഭിപ്രായം കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളായിരുന്നു. അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. IG മാറ്റുന്നു, SP മാറ്റുന്നു, CI മാറ്റുന്നു, DYSP മാറ്റുന്നു. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മാസത്തിനുള്ളിൽ നിരവധി പ്രാവശ്യം മാറ്റുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും CPMൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് യോജിക്കാൻ പറ്റാത്തവരെ, ഒരു കേസിൽ CPMന് അനുകൂലമാവാം, ഒരു കേസിൽ CPMന് പ്രതികൂലമാവാം. CPMന് അനുകൂലമാകുമ്പോൾ അവരെ സംരക്ഷിക്കപ്പെടും, CPMന് പ്രതികൂലമാകുമ്പോൾ ഉടനെ തന്നെ അവിടെ മാറ്റുകയാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ അതിനൊരു പൊതു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ടൊരു കാലാവധി വരെ കാത്തിരിക്കുക എന്നുള്ള സാമാന്യ ലോജിക്ക് പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മാത്രം പരാതിയാണ്, BJPയുടെ മാത്രം പരാതിയാണെങ്കിൽ അത് രാഷ്ട്രീയ പരാതിയായിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ CPMൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കുന്ന പാർട്ടികൾക്ക് പോലും ഈ പരാതി ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിട്ടുള്ള സർവകക്ഷി സമ്മേളനങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിൽ പൊതുവായിട്ടുള്ള കാര്യമാണ്. ഇനി സെൻകുമാറിൻ്റെ കാര്യത്തിൽ തന്നെ നാം തിരിച്ചു വരിക. നമുക്ക് കേരളത്തിൽ സാധാരണ DGPമാർ, ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരുമ്പോൾ പൊതുവേ കേരളത്തിൽ അങ്ങനെ മാറ്റം ഉണ്ടാകാറില്ല. സെൻകുമാറിനെ മാറ്റാൻ എന്താണ് കാരണമെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല. ഇനി ഇവർ പറഞ്ഞ 2 കേസുകൾ മാത്രമാണെങ്കിൽ അതിൻ്റെ പേരിൽ DGP മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ CR നീലകണ്ഠൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജിഷ വധക്കേസിൽ ഇപ്പോൾ പിടിച്ച പ്രതിയെക്കുറിച്ച്, അതിൻ്റെ കേസിനെക്കുറിച്ച്, അത് കോടതിയിൽ ആ കേസ് എത്രമാത്രം നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നിയമവിദഗ്ധന്മാരുടെ ഇടയിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പോലും തന്നെ വലിയ സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ജിഷ കുടുംബത്തിനുണ്ട്. ആ കുടുംബം തന്നെ, ജിഷയുടെ അച്ഛൻ തന്നെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം കേസുകൾ. അതൊന്നും ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ഒന്നുമല്ല. അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഒരു മെറിറ്റായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി പുതിയ DGP വന്നു. പുതിയ DGPയുടെ മെറിറ്റ് നിങ്ങളെങ്ങനെ ഓരോ കേസ് അന്വേഷണത്തിനെയും ഇഴകീർ പരിശോധിച്ച് മെറിറ്റ് നോക്കിയിട്ടാണ് DGP നിശ്ചയിക്കുന്നതെങ്കിൽ ഈ പുതിയ DGPയുടെ മെറിറ്റ് എന്താ? അപ്പോൾ ഇതല്ല, ഇത് കൃത്യമായി രാഷ്ട്രീയ വിരോധമാണ്. ആ രാഷ്ട്രീയ വിരോധത്തിൻ്റെ കാരണമാണ് സെൻകുമാർ പറഞ്ഞത്. മുഖ്യമന്ത്രി പറയേണ്ടത് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വിരോധമില്ല എന്നാണ് പറയേണ്ടിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വിരോധമുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ പാളയത്തിലല്ല. ഇത് പറയുന്നതോടുകൂടി സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി സമ്മതിക്കുക. ഇനി നൗഷാദിന്റെ ഒരു മറുപടി, ഞങ്ങൾ TP ചന്ദ്രശേഖരൻ കേസിലെ കേസ് അന്വേഷണത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ആദ്യത്തെ ഘട്ടം കേസ് അന്വേഷണം കൃത്യമായിരുന്നു. ആ കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും പ്രതികളായി. രണ്ടാമത്തെ ഘട്ടം ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിരുന്നു. പക്ഷേ അന്ന് CPM നേതൃത്വവും അന്നത്തെ UDF നേതൃത്വവുമായിട്ട് ധാരണയുണ്ടാക്കി എന്ന വാദമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. പോലീസ് അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. ശരി, അതിനിപ്പോൾ തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്തരം പറയും. ഒപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ പോലീസിനെ തോന്നും പോലെ തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വിന്യസിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള ഒരു പോലീസ് സംവിധാനമാക്കി കേരളത്തിന്റെ സേനയെ മാറ്റി എന്നൊരാക്ഷേപം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു വസ്തുത ഉണ്ടോ കേരളത്തിൽ? യഥാർത്ഥത്തിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാലത്ത് ഒരു കാര്യമാണ് ഈ പോലീസ് ഓഫീസേഴ്സിനെ അവരുടെ ഇഷ്ടപ്പെട്ട പ്രകാരത്തിൽ തട്ടിക്കളിക്കുക എന്നുള്ളത്. ഇപ്പൊ അതിന് കുറച്ച് മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം കേരളം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലായി പ്രവർത്തിയെടുക്കുന്ന ഒരു പോലീസ് സേനയാണ്. ഇപ്പോ അതിന്റെ തെളിവുകളുമുണ്ട്. കാരണം ഏറ്റവും ദുഷ്കരമായ കേസുകൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി സർവശക്തി ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം കുടുംബത്തെ പോലും അവരെ കണ്ടുമുട്ടാൻ സാഹചര്യം കുറഞ്ഞിട്ടും അവർ കേസന്വേഷണത്തിൽ നിന്ന ആളുകളാണ്. TP ചന്ദ്രശേഖരൻ കേസിനകത്ത് നേരത്തെ പറഞ്ഞല്ലോ,
ടി.പി. ചന്ദ്രശേഖരൻ ജയകൃഷ്ണൻ മാസ്റ്റർ മരിച്ചിട്ടും അദ്ദേഹത്തെ കൊന്നിട്ടും അവിടെ ഗൂഢാലോചന നടത്തിയ ആളുകളെ പിടിച്ചിട്ടില്ലെന്ന് ഓർത്തോണം. അന്ന് ഗൂഢാലോചന നടത്തിയ ആളുകളെ പിടിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് വെച്ചുള്ള അന്വേഷണമാണ് അന്ന് നടന്നത്. കണ്ണൂരിൽ നടന്ന യഥാർത്ഥ പ്രതികളെ പിടിച്ച ഏക കേസ് ടി.പി. ചന്ദ്രശേഖരൻ കേസ് തന്നെയാണ്. പിന്നീട് ഓരോ ആളുകളെ ഇഷ്ടപ്പെടുന്ന അത്രയും തോതിലോട്ട് ഇത് പോയില്ല എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല ഇവിടെ ക്രൈം നിൽക്കുന്നത്. കേസിന്റെ ശരിയായ ശിക്ഷ തീരുമാനിക്കുന്നതും കേസിന്റെ അന്വേഷണം പോകുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവ് എവിടെ വരെയുണ്ടോ അത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയായിട്ട് പോയി. അതുകൊണ്ടാണ് കുഞ്ഞനടക്കം 3 ആളുകൾ ഇപ്പോഴും ഇവിടെ ഗൂഢാലോചനയ്ക്ക് 150 കേസ് ശിക്ഷിച്ച് ജയിലിൽ കിടക്കുകയല്ലേ. അതുപോലെ ഒരു സംഭവമെങ്കിലും കേരളത്തിൽ വേറൊന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, ഇതിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കുഞ്ഞനന്ദന് മുകളിലേക്ക് പോകാതിരുന്നത് മാച്ച് ഫിക്സിംഗ് മൂലമാണെന്നാണ് BJP ഇപ്പോഴും പറയുന്നത്. അത് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുക, എങ്കിൽ പിന്നെ ജയകൃഷ്ണൻ മാസ്റ്റർ വധമാണല്ലോ ഏറ്റവും സീരിയസ് ആയിട്ട് BJP എടുക്കേണ്ടിയിരുന്നത്. എന്താ ഇപ്പോഴത് എടുക്കാത്തത്? ജയകൃഷ്ണൻ മാസ്റ്റർ പച്ചക്കാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊട്ടത്. എന്നിട്ട് ആ കൊലപാതകം കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ പോലും അവിടെ വാവിട്ടുകാരന്റെ അവസാനം അവർക്ക് കൗൺസിലിംഗ് നടത്തിയതെന്ന് 1 മാസക്കാലം. ആ കേസിന്റെ ഇത്രയും വാശിയിൽ പിടിക്കാതിരുന്നത് അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? അതേ സമയം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനെ ഏത് അക്ഷരത്തിൽ പോയി പിടിക്കും. അതുകൊണ്ടാണ് മുഴക്കോടി മലയിൽ പോയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഷൗക്കത്ത് അലി അടക്കം, ജോസി ചെറിയാൻ അടക്കം, സന്തോഷ് അടക്കം അങ്ങനെയുള്ള ഉന്നതല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ക്രെഡിബിൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവര് ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത് പോലെയാണ് ആ പ്രതികളെ പിടിച്ചുകൊണ്ട് വന്നത്. അവരെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്നതിന് വേണ്ടി ശ്രമിക്കാതെ അതിനകത്തും കുറ്റം കണ്ടെത്തി അവരെയും മോശമാണ് എന്ന് ചിത്രീകരിച്ചാൽ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ തെറ്റായ പാതയിൽ കൂടി പോകുന്നതിൽ എന്തെങ്കിലും ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുണ്ടോ? ശരി, അതാണ് താങ്കളുടെ നിലപാട്. തുടരുക ശ്രീ നൌഷാദ് MLA. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുടക്കോഴി മലയിൽ കയറി കൊടി സുനിയെയും കൂട്ടാളികളെയും പൊക്കി TK രജീഷിനെ മുംബൈയിൽ വരെ പോയി പിടിച്ചു. ഇതൊക്കെ TP സെൻകുമാർ എന്ന അന്നത്തെ ഇന്റലിജൻസ് തലവൻ്റെ ADGPയുടെ കൃത്യമായ ഇൻപുട്സ് വെച്ച് പോലീസ് നീങ്ങുകയായിരുന്നു. അങ്ങനെ ആ അന്വേഷണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന നിർണായകമായ വിവരങ്ങൾ നൽകിയതാണ് ഇത്ര വലിയ അസഹിഷ്ണുത, ഇത്ര വലിയ വിരോധം ഇടതുപക്ഷത്തിനും CPIM-നും സെൻകുമാറിനോട് തോന്നാൻ കാരണമെന്ന് ആവർത്തിക്കുന്നു ഈ ചർച്ചയിൽ. അല്ല, അത് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് അവർക്ക് പറയാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ ചോദിച്ചത്, അങ്ങനാണെങ്കിൽ ഇപ്പോ ഈ പറയപ്പെടുന്ന ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഭരണാധികാരികളായിട്ടിരിക്കുന്ന ഇപ്പോ MM മണിക്കെതിരായിട്ട് കേസെടുത്തില്ലേ? MM മണിക്കെതിരായിട്ട് കേസെടുത്ത് അദ്ദേഹം മന്ത്രിയല്ലേ? ജയരാജേട്ടനും മറ്റേ TP വധക്കേസിലെ പ്രതികളായിട്ടുള്ളവരൊന്നും മന്ത്രിമാരൊന്നും അല്ലല്ലോ. അപ്പൊ MM മണിക്കെതിരെ കേസെടുത്തവരെ ഞങ്ങൾ നടപടി വല്ലതും എടുത്തോ? അതൊക്കെ നിലവിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നിലപാടുകൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുക, അന്വേഷിക്കുക, അതൊക്കെ കേസ് അന്വേഷിക്കണം. ആ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ തിരുവഞ്ചൂരും MD രമേശും ഈ ഒളിച്ചു കളിക്കുന്നത്. ഈ തിരുവഞ്ചൂർ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോ ആ ഭാഗം തൊട്ടില്ല. അതെന്താണ്? ഗൂഢാലോചനയിൽ UDF-ഉം ഞങ്ങളും തമ്മിൽ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്നതിൽ ധാരണയായി എന്ന് MD രമേശ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ രാഷ്ട്രീയ നേതൃത്വമാണോ കേസ് അന്വേഷിക്കുന്ന? ആ ഗൂഢാലോചന ഇത്രയും മിടുക്കനായ സെൻകുമാർ എന്തേ അന്വേഷിക്കാഞ്ഞത്? ശരി, സെൻകുമാർ അന്വേഷിച്ചില്ലല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാത്തത്? ഇവിടെ ഒരു കാര്യമുള്ളതല്ല. ഇദ്ദേഹം ഒരു കാര്യം, ഒരു ഗവൺമെന്റുമായി മാനസികമായി പൊരുത്തമുള്ളവരെ ഒരു ഗവൺമെന്റ് തലത്തിൽ വരാവൂ. ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ, ആ പേര് ഞാൻ മറന്നുപോയി, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ഒരു പരാമർശം ആരോ നടത്തി എന്നുള്ളതിന്റെ പേരിൽ രാജിവെച്ചു പോയി. ലേഡിയാണ്. അപ്പൊ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും അവർ വരാൻ തയ്യാറായില്ല. വിശ്വാസമില്ലാതെ, എന്നിൽ വിശ്വാസമില്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന നിലപാടെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരും ഇല്ലേ? ശരി, അതാണ് ഒരുപക്ഷെ ഇടതുപക്ഷം ഇനി ഉന്നയിക്കാൻ പോകുന്ന പോയിന്റ്. അതാണ് ഇടതുപക്ഷം ഇനി ഉന്നയിക്കാൻ പോകുന്ന പോയിന്റ്. അതായത് സർക്കാർ, ശ്രീ CR നീലകണ്ഠൻ, വിശ്വാസമില്ലാത്ത, സർക്കാരിന് വിശ്വാസമില്ലാത്ത ഉദ്യോഗസ്ഥനെ എങ്ങനെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കും? ആ പ്രശ്നത്തെ ഇപ്പോൾ നമ്മൾ നിയമം, ചട്ടങ്ങൾ, മാനദണ്ഡങ്ങൾ ഇവയൊക്കെ ഇഴകീറി പരിശോധിക്കും സുപ്രീം കോടതി. പക്ഷേ
ഈ സർക്കാരിന് വിശ്വാസമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ക്രമസമാധാനത്തിൻ്റെ തലപ്പത്ത് വരിക എന്നുള്ളത് എങ്ങനെ ശരിയാകും? അല്ല, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മന്ത്രിയെ മുഖ്യമന്ത്രിക്ക് അത് പറയാം, പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ആ പൊസിഷനിലിരിക്കാൻ ക്വാളിഫൈഡ് ആണ് എന്ന് വന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇയാൾ ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നീതിപീഠത്തെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ വന്നിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഇയാൾ ഇന്ന കാരണം കൊണ്ട്, കാരണം നീതിപീഠത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിഷണറി പവറിന് കടിഞ്ഞാണിടുന്ന അല്ലെങ്കിൽ പരിധി വെക്കുന്നതാണ് വിധി. മുഖ്യമന്ത്രിക്ക് അങ്ങനെ സ്വമേധയാ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സ്വമേധയാ തീരുമാനിക്കാം എന്ന് പറയുമ്പോഴും എല്ലാ സ്വമേധയാ തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ വിവേചനാധികാരങ്ങൾക്കും പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട് നിയമം. അല്ലെങ്കിൽ എന്തും ചെയ്യുമല്ലോ, എന്തും ചെയ്യും. അത് ചെയ്യരുത്. അതാണ് ഇപ്പൊ നേരത്തെ പ്രകാശ് രാജ് കേസിലെ കാര്യം പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഏത് ഗവൺമെന്റ് ചെയ്യും? ഇവിടെ അത് ലംഘിച്ചിട്ടുണ്ടോ ഗവൺമെന്റ്? അവിടെയാണ് ഗവൺമെന്റ്. ഞാൻ ആദ്യം ചോദിച്ചതാണ്, ഗവൺമെന്റ് എന്താണ് കോടതിയിൽ പറയാൻ പോണത്? ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണോ? അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നതിന് എന്താ ഒരു തെളിവ്? എന്താ അതിന്റെ ഒരു രീതി? അപ്പൊ ഇൻസിഡന്റ് പറയേണ്ടി വരും, അതിന്റെ മെറിറ്റിലേക്ക് കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുമ്പോഴാണ് സെൻകുമാർ കുഴിച്ച കുഴിയിൽ ഗവൺമെന്റ് വീഴാൻ പോണത്. സെൻകുമാർ പറഞ്ഞു എന്നെ ഇന്ന കാരണം കൊണ്ട് വിശ്വാസമില്ലാതായി. അത് വന്നാൽ പ്രശ്നമാണ്. കാരണം കേസ് അന്വേഷിച്ച് കോടതിയിൽ പോയ കേസാണ്. കോടതി അവിടെ പോയി ആ കൊടുത്ത ചാർജ് ഷീറ്റ് അനുസരിച്ച് കോടതി വിധിച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി ശരിയോ തെറ്റോ? അതുപോലും തെറ്റാണെങ്കിൽ പോലും ശിക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല, മറ്റേ ഗവൺമെന്റ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് വരും. ഇവിടെ കോടതിയിൽ കൊടുത്ത് ശിക്ഷിക്കപ്പെട്ടു ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ. അപ്പൊ തീർച്ചയായിട്ടും അല്ലേ, അവിടെയാണ് ഇതിന്റെ പ്രധാന പ്രതിസന്ധി ഉള്ളത്. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തൊട്ടടുത്ത ഒരു മന്ത്രിയെ ചെയ്യാം, പിന്നെ മന്ത്രിയെ എനിക്ക് വിശ്വാസമില്ല മാറ്റാം. അത് മുഖ്യമന്ത്രിക്ക് ആരോടും മറുപടി പറയണ്ട, പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അത് പോരാ. ഇദ്ദേഹം ക്വാളിഫൈഡ് ആയ ഒരു ഉദ്യോഗസ്ഥനാണ്, 2 വർഷം ഇരിക്കാൻ യോഗ്യനാണ്. അദ്ദേഹത്തെ മാറ്റുമ്പോൾ എന്തിനു മാറ്റിയെന്ന് പറയാതെ പോകാനാവില്ല. ശരി, അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ എം ടി രമേശ്, ഭരിക്കുന്ന സർക്കാർ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ആളെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമാണോ? ആർമി ചീഫിനെ നിയമിക്കുന്ന കാര്യത്തിൽ 2 സീനിയർ ഉദ്യോഗസ്ഥരെ മറികടന്നാണ് ഇപ്പോഴത്തെ കരസേനാ മേധാവിയെ നിയമിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഒരു സൗകര്യമാണ്. ഇവിടെ ലോക്നാഥ് ബെഹ്റ CPIM-ന്റെ കേഡറല്ലല്ലോ, അദ്ദേഹത്തിന് CPIM-മായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരോപിക്കാനുമാകില്ല. മറിച്ച് കുറച്ചും കൂടി തങ്ങൾക്ക് പറ്റുന്ന ഒരാളെ DGP സ്ഥാനത്ത് വെച്ചു. അതങ്ങ് കോടതിയിൽ വിശദീകരിച്ചാൽ പോരെ? അല്ല, കോടതിയിൽ ഗവൺമെന്റിനെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. കോടതിയിൽ റാങ്ക് മറികടന്നുകൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കും. എല്ലാവരും സെയിം റാങ്കുകാരാണ്, DGP ആണ്. അല്ല, അതിൽ നിലവിലുള്ളൊരു DGP മാറ്റുമ്പോൾ അയാൾക്ക് പരാതിയില്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞോട് ഞാൻ യോജിക്കാം. ഇപ്പോൾ സെൻകുമാറിനെ മാറ്റി വേറൊരാളെ വെച്ചു. സെൻകുമാറിന് പരാതിയൊന്നും ഇല്ലാന്നിരിക്കട്ടെ, ആരും ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ സെൻകുമാർ പരാതിപ്പെടുന്നു. ആ പരാതിക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് ഉത്തരം പറയേണ്ടി വരും. അവിടെ നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു CPM-ന്റെ നേതാവ്. ഒന്ന്, ഞങ്ങൾക്ക് മാനസികമായിട്ട് യോജിപ്പില്ല. അപ്പം മാനസികമായിട്ടുള്ള യോജിപ്പിൻ്റെ പ്രതലം എന്താണ്? മാനസികമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടാണോ? ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നടപടി സ്വീകരിക്കാനാണോ? ഇതിനെ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ വിശ്വാസ്യത, അതും പ്രശ്നമാണ്. ആ വിശ്വാസയുടെ മാനദണ്ഡം എന്താണ്? അതും പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സെൻകുമാറിനെ മാറ്റിയതിന് കൃത്യമായിട്ടുള്ള കാരണം പറയാൻ ഇവർക്ക് സാധിച്ചില്ല. എൻ്റെ ചർച്ചയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, 2 കാരണമാണ് പറഞ്ഞത്. ഇവരാദ്യം പറഞ്ഞത്, ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് 2 കേസുകൾ അന്വേഷിക്കുന്നതിൽ അദ്ദേഹം വീഴ്ച വരുത്തി, അതുകൊണ്ട് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു DGP-യുടെ ഭാഗത്ത് നിന്ന് കൃത്യനിർവഹണത്തിൽ കാണിച്ചിട്ടുള്ള അലംഭാവത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ നിങ്ങളുടെ ഗവൺമെൻറ് വാദം എന്താ? ഇതൊരു സ്വാഭാവികമായ മാറ്റമാണ്. എന്തേ നിലപാട് സുപ്രീം കോടതി എത്തിയപ്പോൾ മാറി? അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിലപാട് തറയിൽ, ഗവൺമെൻറ് നിലപാട് തറയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയെന്ന ഹൈക്കോടതി വാദം സുപ്രീം കോടതി എത്തിയപ്പോൾ ദുർബലമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ നിലപാട് മാറ്റത്തിൻ്റെ ഇതാണ്. രണ്ടാമത്, സെൻകുമാറിന് ബലമാവാൻ വേണ്ടി പോകുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. കാരണം സെൻകുമാർ എന്താ പറഞ്ഞത്? സെൻകുമാർ പറഞ്ഞത്, എന്നോട് ഈ ഗവൺമെന്റിന് രാഷ്ട്രീയ വിരോധമുണ്ട്. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിച്ചല്ലോ, മുഖ്യമന്ത്രിനെ സമ്മതിച്ചല്ലോ. അത് അപ്പൊ സെൻകുമാറിന് ബലമാകുന്നത് മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി അത് ഓപ്പണായി നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തു. ശ്രീ അനിൽ അക്കര, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്നിട്ടുള്ള ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ അവരുടെ ഒരു ഫുട് പ്രിന്റ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ വിജിലൻസ് തലപ്പത്ത് ജേക്കബ് തോമസിനെ വെക്കുന്നു,
അത് ആ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ ഉദ്യോഗസ്ഥനെ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന വേളയിൽ മുഖ്യമന്ത്രി സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സർക്കാർ ഇത്തരം പോസ്റ്റുകളിൽ സർക്കാരിൻ്റെ കംഫർട്ട്, സൗകര്യം അത് നോക്കുക സ്വാഭാവികമല്ലേ? ഇവിടെ സർക്കാരിന് താല്പര്യമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ ഭരിക്കണമെന്ന നിർബന്ധമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഇവിടെ രണ്ട് കാര്യമാണ് നൗഷാദ് സൂചിപ്പിച്ചത്. ഒന്ന്, മുഖ്യമന്ത്രി പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥർ. മുഖ്യമന്ത്രി പറഞ്ഞാൽ അനുസരിക്കണം, അതിലൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെട്ട് അനുസരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ, കുറ്റാന്വേഷണ കേസുകളിൽ ഇന്നയാൾ പ്രതി, ഇന്നയാളെ പിടിക്കണം, ഇന്നയാളെ പിടിക്കണ്ട എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടോ? നൗഷാദ് പറഞ്ഞതിലെ ക്ലാരിറ്റി എനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രി അനുസരിക്കാത്ത ഉദ്യോഗസ്ഥൻ എന്നാണ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത്. രണ്ടാമത്, അച്യുതാനന്ദൻ്റെ ഭരണകാലത്തെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ചീഫ് സെക്രട്ടറി എനിക്ക് ഇനി തുടരാൻ കഴിയില്ല, ഞാൻ രാജിവെച്ച് പോവുകയാണ് എന്ന രീതിയിൽ. അപ്പോൾ അത് പറയാതെ പറയുകയാണ്, കേരളത്തിൽ CPM-ന് വഴങ്ങാത്ത, അടിമപ്പെടാത്ത ഉദ്യോഗസ്ഥർ രാജിവെച്ച് പോകണം എന്ന രീതിയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അപ്പം ഞങ്ങൾ കേരള നിയമസഭയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ രാജിവെച്ച് പോകണമെന്നാണോ പറയുന്നത്? ഇവിടുത്തെ DGP-യുടെ രാഷ്ട്രീയം ആര് പറഞ്ഞില്ലെങ്കിലും, രമേശ് പറഞ്ഞില്ലെങ്കിലും, പിന്നെ ആര് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. ആ DGP വന്നതിൻ്റെ കാര്യവും ആ DGP-യെ തുടരുന്നതിൻ്റെ കാര്യവും ഒക്കെ അറിയാം. ആ DGP-ക്ക് ഒരു രാഷ്ട്രീയമുള്ള ആളാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഞാനത് പറയാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. BJP പാളയത്തിലാണെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ DGP-മാരൊക്കെ ഇങ്ങനെ BJP പാളയത്തിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ നൗഷാദ് MLA, സർക്കാരിന് മുൻപിൽ വലിയ വെല്ലുവിളിയുണ്ട്. സുപ്രീം കോടതി ഇന്ന് ആരാഞ്ഞിരിക്കുന്നു, പത്രത്തിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണോ DGP റാങ്കിൽ ഒരു പുനർവിന്യാസം നടത്തേണ്ടത് എന്ന്. വ്യക്തിപരമായ തീരുമാനമല്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം. സുപ്രീം കോടതിയെ എങ്ങനെ ബോധിപ്പിക്കും? എന്ത് കാരണം കൊണ്ടാണ് TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി ലോക്നാഥ് ബെഹ്റയെ അവിടെ നിയമിച്ചത് എന്ന് എങ്ങനെ വിശദീകരിക്കും സർക്കാർ? അല്ല, കോടതിയിൽ നടത്തേണ്ട അഭിലാഷ, കോടതിയിൽ നടത്തേണ്ട വാദത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണോ? ഇതെന്തൊരു നിലപാടാണ് നിങ്ങൾ? അല്ല, ഒരു റീസൺ പറഞ്ഞാൽ മതി, ഒരു കാരണം പറയണമല്ലോ കോടതിയിൽ. അനിലക്കരയും അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു സുപ്രീം കോടതിയും അങ്ങനെ വെക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഞാൻ കരുതുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, നാളെ തൊട്ട് ഇവിടെ ഇനിയിപ്പോ ആരും ഈ സർക്കാരിനെതിരെ ക്രമസമാധാനം തകർന്നെന്നും പറഞ്ഞു വരത്തില്ല. ഈ സർക്കാരിനെതിരെ ആരും ആക്ഷേപം ഉന്നയിക്കത്തില്ലല്ലോ, എല്ലാം DGP-ക്കെതിരായിട്ടല്ലേ പറയൂ. രാജ്യത്തെ ക്രമസമാധാന പ്രശ്നം ഇപ്പൊ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യാഞ്ഞത് മുഖ്യമന്ത്രിയാണോ? അങ്ങനാണെങ്കിൽ എന്നാ പിന്നെ DGP-ക്കെതിരെ പറയാഞ്ഞത്? മുഖ്യമന്ത്രിക്കെതിരെ എന്തിനാ പറയുന്ന? ഭരണത്തിനെതിരെ എന്താ പറയുന്ന? ഇതൊക്കെ ഒരു ഗവൺമെന്റ്, ജനാധിപത്യപരമായി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു ഗവൺമെന്റിന് ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശമില്ല എന്ന് വാദിക്കുന്നവർ ഏത് ലോകത്താന്ന് എനിക്ക് മനസ്സിലായി. ശരി, ആ വാദമായിരിക്കും സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. ശരി, ആ കാര്യം കേരള പോലീസ് ആക്ട് അനുസരിച്ചാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത് എന്ന് കോടതിയിൽ വാദിക്കും എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി പോലീസ് ആക്ട് വേണം. ഇക്കാര്യത്തിൽ ഈ സ്ഥാനമാനങ്ങൾ, സ്ഥാനചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ ആക്ടിനകത്ത് വരണം എന്നുള്ളതും സുപ്രീം കോടതിയുടെ നിർദ്ദേശമായതുകൊണ്ട് അങ്ങനെ വാദിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ നൗഷാദ് MLA, ശ്രീ MT രമേശ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ അനില കേര. ഇടവേള.